ഹായ് ഫ്രണ്ട്സ്, കുറേ നാൾക്ക് ശേഷം വീണ്ടും നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. വേറൊന്നുമല്ല, നമ്മളിപ്പോൾ സൗദിയിൽ വന്നിട്ട് 1 മന്ത് ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ റൂമിൽ തന്നെ ഇരുന്ന് മടുത്തു. മാത്രമല്ല, റൂമിൽ തന്നെ ഇരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും. എന്നാലും അത് ഫ്രൈഡേ ആണ് നമ്മൾ ഇറങ്ങുന്നത് കേട്ടോ, ഫ്രൈഡേ നൈറ്റൊക്കെ. അപ്പോൾ അതിനുള്ള വ്യൂസൊക്കെ നമ്മൾ കയ്യിൽ ഇരിപ്പുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ പകല് നമ്മൾ കാണുന്ന പോലെ അല്ല നൈറ്റ്. എല്ലായിടത്തും എന്തായാലും വെട്ടം കാണും, അല്ലാതെ സ്ഥലങ്ങൾ നമുക്ക് ഇത്ര ഭംഗി കാണാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ പകല് ഒക്കെ എന്നോട് പറഞ്ഞ് എന്തായാലും ഹോസ്പിറ്റലിൽ എനിക്ക് സാധനം കൊണ്ടുപോകണം, ഒരു 400 കിലോമീറ്റർ ദൂരമുണ്ട്, നീ വരുന്നെങ്കിൽ വരാം. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. അടിപൊളി സൗദി മെട്രോയൊക്കെ ഞങ്ങൾ കണ്ടു, വഴിയൊക്കെ പാസ് ചെയ്തു. ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഫോണിൽ കാണുന്ന ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ എവിടെ പോയി കാണുക, അതിൻ്റെ അടിപൊളിയായിട്ട് ട്രെയിനൊക്കെ പാസ് ചെയ്ത് കാണാൻ പറ്റി. പിന്നെ എന്താ, നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സൗദിയിൽ. ഞാൻ തെറ്റിദ്ധരിച്ചതുപോലെ ഒരു സിറ്റി മാത്രമൊന്നുമല്ല, അല്ലെങ്കിൽ ബെത്ത പോലെ ഒരു തെരുവ് പോലെ ഒരു സ്ഥലമൊന്നുമല്ല. അടിപൊളി ബിൽഡിങ്സും, ദുബായിലെ ബിൽഡിങ്സ് പോലെ അടിപൊളി കൺസ്ട്രക്ട് ചെയ്ത് നന്നായിട്ട് നല്ല ഭംഗിയിൽ കൺസ്ട്രക്ട് ചെയ്ത അടിപൊളി ബിൽഡിങ്സ് ഒക്കെ കാണാൻ പറ്റും. പിന്നെ ക്യാമൽസിനെ കണ്ടു. ക്യാമൽസ് പാസ് ചെയ്യുന്ന റോഡൊക്കെയാണ് നമ്മൾ പോയത്, പക്ഷേ ക്യാമൽ പാസ് ചെയ്യുന്ന ടൈമൊന്നും അല്ലായിരുന്നു. പിന്നെ ഒരുപാട് ദൂരം നമുക്ക് ഡെസേർട്ടായിരുന്നു കേട്ടോ. ഡെസേർട്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബുറൈദ സിറ്റി കയറുന്നത് വരെ, അതായത് കസീമിൻ്റെ ബോർഡർ പാസ് ചെയ്യുന്നത് വരെയും നമുക്ക് ഡെസേർട്ട് തന്നെയായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. മണലൊക്കെ ഉണ്ടെന്ന് പോലും അറിയിക്കാത്ത ചില ഭാഗങ്ങളുണ്ടായിരുന്നു. അതെനിക്ക് ക്യാമറയിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മോളുണ്ടായിരുന്നു കേട്ടോ. ആള് 2 ഇയേഴ്സ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആള് ബാക്കിൽ നന്നായിട്ട് ഉറക്കമായിരുന്നു. പിന്നെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ടോയ്ലറ്റിലൊക്കെ ഇറങ്ങി റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പോയത്. ഒരുപാട് സ്ട്രെയിൻ എടുത്ത് ഒറ്റ ഇരിപ്പിരുന്ന് അങ്ങനെയൊന്നുമല്ല. ഇച്ചിരി മോളെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ അവൾക്ക് ടോയ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവള് കുറേ നേരവും തനിയെ ഉറങ്ങിയും അനങ്ങാതിരിക്കുകയൊക്കെ. നല്ല ജേണിയാണോ എന്ന് ചോദിച്ചാൽ അടിപൊളി ജേണിയായിരുന്നു. ഹസ്ബൻഡോട് പോയതുകൊണ്ടാണോ, ഹോസ്പിറ്റലിൽ സാധനം കൊടുക്കാൻ പോയതുകൊണ്ടാണോ, ഫുഡ് ഇങ്ങനെ കൊണ്ടുപോയിരുന്ന് കഴിച്ചുകൊണ്ടാണോ, അതൊന്നും എനിക്കറിയത്തില്ല. നമ്മളിപ്പോൾ ബുറൈദ സിറ്റിയിലെത്തി. നമ്മളിപ്പോൾ കസീമിൻ്റെ ബോർഡർ പാസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ കുറച്ച് ഭാഗം നന്നായിട്ട് പച്ചപ്പൊക്കെയുള്ള നല്ല കുറച്ച് ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് കേട്ടോ ഈ സ്ഥലം. ഇത് വേറെ എവിടെയല്ല, നമ്മൾ റിയാദിലെ ഹിസ്റ്റോറിക്കൽ സിറ്റിയാണ്. അടിപൊളിയാണ് കേട്ടോ. രാത്രിയിൽ നല്ല ഭംഗിയാണ് കാണാൻ. പണ്ടത്തെ നബിമാരുടെ കാലത്തുള്ള വീടുകൾ പോലത്തെ വീടുകളും